ആരാ? ഐ ആം CI ഫ്രം ക്രൈം ബ്രാഞ്ച്. സർ, ഇത് CI സേവിയർ സർ. അറിയാം, CI സേവിയറെ അറിയാം, SI അബൂട്ടിയെ അറിയാം, ACP ആദ്യയെ അറിയാം. എവിടെ ACP? എനിക്ക് തിരുമുൽപ്പാട് കൊലക്കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് വേണം. പിന്നെ നിങ്ങളുടെ യൂണിഫോമിലുള്ള ചില ഫോട്ടോസും. എന്തിനാണെന്ന് മനസ്സിലായില്ല. ക്രൈം ബ്രാഞ്ചിൽ കൊടുക്കാൻ. അതിന് ക്രൈം ബ്രാഞ്ച് അല്ലല്ലോ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. വേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യാമല്ലോ. അതും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവനെയുള്ള ഫുൾ സൈസ് കളർ ഫോട്ടോയോട് കൂടി. ഇങ്ങനെയല്ലേ ഷൈൻ ചെയ്യാൻ പറ്റൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. താനാരാ? ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? CI ഓഫ് ക്രൈം ബ്രാഞ്ച്. ക്രൈം ബ്രാഞ്ച് ദൈവാരികയുടെ പത്രാധിപർ CI. ചെറിയാൻ ഐസക്. ഞാനൊരു ഹൃദ്രോഗിയായിപ്പോ. തനിക്ക് എന്താ വേണ്ടത്? കളർ ഫോട്ടോ? എന്നാ തൽക്കാലം ക്രൈം ബ്രാഞ്ച് CI അങ്ങ് പോ. ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളുടെ ചരിത്രവും എനിക്കറിയാം. അവരെ കുറിച്ച് വല്ല വേണ്ടാതിയിലൊക്കെ എഴുതി ഞാൻ ജീവിച്ചോളാം. റിപ്പോർട്ട് എനിക്ക് തരുവോ സാർ? അതല്ലടോ, പിന്നെ തനിക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളെ അറിയും? അറിയാം സാർ. എല്ലാവരെയും അറിയാം സാർ. ഒരു സീമാ രഘു. അയ്യോ, വളരെ ഫേമസ് അല്ലേ സാർ? പക്ഷേ VIPസുമായിട്ട് മാത്രമേ ഇടപാടുള്ളൂ. എന്താ വേണം സാർ? വേണമല്ലോ. എന്താ അറേഞ്ച് ചെയ്യും? അറേഞ്ച് ചെയ്യാം സാർ. അയ്യോ, ഞാൻ അറേഞ്ച് ചെയ്യാം സാർ. ഓക്കെ. ഓ, താങ്ക് യു സാർ. ഒരു പണി ഒത്തപ്പേ. എന്തേ ജ്യൂസ് മാത്രം മതിയെന്ന് വെച്ചത്? രാത്രി ഞാൻ ജ്യൂസേ കഴിക്കാറുള്ളൂ, അതാ. ബാങ്ക് മാനേജർ ആള് കൊള്ളാലോ. പിന്നെ ഈ ഫയലൊന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ബാങ്കിലെ ചില പേപ്പറുകളാ. രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം. ഞാൻ ഒരു മറവിക്കാരനാ. ഇയാള് എന്റെ ഒരു കൂട്ടുകാരനാ, തിരുമുൽപ്പാട്. പാവം, ചത്തുപോയി. തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത്. അന്ന് കേറിയ ഒരു പൂതിയ. തിരുമുൽപ്പാടിന് തന്നെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി 1000 നാവാ. നമുക്ക് വേറെ വലുതും സംസാരിക്കാം. എന്തേ? 1000 നാക്ക് ജന്തു. പെണ്ണെന്ന് കേട്ടാ പിന്നെ പേ പിടിച്ച മാതിരി അയാൾക്ക്. ആണുങ്ങൾ അങ്ങനെ പേ പിടിച്ച് പരക്കം പാഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കഞ്ഞി കുടിച്ച് ജീവിക്കും? അല്ല സീമ, ഈ തിരുമുൽപ്പാട് ആളൊരു പാവായിരുന്നുല്ലേ? പാവം. എന്നെ സീമ അല്ലതാക്കിയ ദുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും. നമുക്ക് ഈ വിഷയം കളയാം. പണത്തിന് വേണ്ടി എന്തും? പറ കേക്കട്ടെ. ഒന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിങ്കാവണില്ല. ഇതിന് മാത്രം വലിച്ചെറിയാൻ ഇയാൾക്ക് എവിടുന്ന എത്ര പണം? ആരും അറിയാതെ കാശുണ്ടാക്കാനും ആരും അറിയാതെ ചെലവാക്കാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. ഓഹോ. അല്ല, ചോദ്യം കേട്ടിട്ട് നമ്മൾ ബാങ്ക് മാനേജർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഈ CAക്കാർക്ക് എപ്പോഴും ഇങ്ങനെ. എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി. അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവമല്ല. വേന്ദ്രനാണല്ലേ? എക്സ്ട്രാ ഇൻകം ഉള്ളവൻ, തന്നിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളവൻ. നിങ്ങൾ ആരാ? ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ലേ? തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അയാൾക്ക് ഫോൺ ചെയ്തത്? ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ സീമാ രഘുവിന് എന്റെ മുകളിൽ ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവരെല്ലാം എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അവരൊന്നും സഹായിച്ചാൽ തീരുന്ന പ്രശ്നവുമല്ലത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് സീമ സത്യം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടാ നീ അന്ന് തിരുമുൽപ്പാടിനെ വിളിച്ചത്? MP ഗോപിനാഥൻ പറഞ്ഞിട്ടാ അന്ന് ഞാൻ വിളിച്ചത്. തിരുമുൽപ്പാടിന് ഒരു ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ലഞ്ചിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? DGP പിള്ള, ബോർഡ് മെമ്പർ മൂസ, പിന്നെ കമ്മീഷണർ മായ പിള്ള. ഹലോ, ശരിയാണോ? നീ സത്യമാണ് പറയുന്നത്? സാറേ, സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. താൻ പോണ്ടേ? ശരി സാർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തനതിൽ അവൾ നേരിട്ട് കാണട്ടെ.
പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്, എങ്കിലേ ഈ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാടിൽ 5 കഴിഞ്ഞ് എപ്പ പോയി? 4 മണി വരെ നിന്നു, പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണൻ മേനോന്റെ തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സാർ, മകൻ അവിടെ ഒന്ന് താമസിക്കാറുണ്ട്, അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥൻ? എനിക്കൊന്നും അറിയില്ല, അറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. ഉം. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ ഒരു യോഗം. വരട്ടെ. എന്താണോ രാത്രി തനിക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് വാറന്റ് ഉണ്ടോ തന്റെ? ഉണ്ടല്ലോ. ജില്ലാ മജിസ്ട്രേറ്റിന്റെ പവർ കൂടിയുള്ള ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോട് കൂടിയ വാറന്റ്. അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണം സാർ. അബൂട്ടി സർ. സെർച്ച്. കം ഓൺ ഫാസ്റ്റ്. നിക്കേ, മാറിയിടോ. നീ വഴി തെറ്റിയാണോ ഇങ്ങോട്ട് വന്നെന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി ഈ സെർച്ചൊക്കെ. എനിക്ക് വഴിയും തെറ്റിയിട്ടില്ല, ആളും തെറ്റിയിട്ടില്ല. നിന്നെയാണ് എനിക്ക് വേണ്ടത്. നടക്കാം. താൻ ആരാണ് നെഞ്ചില കൈ വെച്ചിരിക്കുന്നത് അറിയാം? ഒരുമാതിരി തെരുനാളോ ഒന്നുകൂടെ കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വരണം. നടക്കാം. താൻ ജയിച്ചു. താൻ ജയിച്ചടോ. ഒടുക്കൻ താൻ തന്റെ കസേരച്ചോട്ടിൽ എന്നെ വരുത്തി. എന്റെ മകനോടെ അങ്ങ് നിൽക്കരുത് എന്റെ മുമ്പിൽ. ഇരിക്കൂ, അങ്ങ് എന്റെ ഗുരുവാണ്. കുരുവാണ് പോലും കുരു. 62-ൽ KSWന്റെ സമ്മേളന പന്തലിൽ പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂകി പിടിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ, താൻ എന്റെ അന്തകനാണെന്ന്. അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമൂടിച്ചേനെ ഏതെങ്കിലും ചേർത്തല ചന്തക്കിന്റെ ചോട്ടിൽ. എവിടെ എന്റെ ഗോപി? ഈ മുറിയിലില്ല. ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ചൻ. പറയണ അവന്റെ മകനെവിടെ? അങ്ങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു. ഞങ്ങളും കണ്ണമ്മേനോന്റെ മക്കളല്ലേ? മകനെ, ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുമിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പലതും സങ്കല്പിച്ചപ്പോഴല്ലേ മകൻ ഈ കസേര ഈ അച്ഛൻ വിട്ടു തന്നത്. അതിന്റെ പേരെ എന്നോട് തന്നെ കാണിക്കരുത്. ഗോപിനാഥനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാനിവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ല. ദേ ഇത് കണ്ടോ? കേരള പോലീസിനെ ഈ വിരൽ തുമ്പിൽ നിർത്തി തുള്ളിച്ചുട്ടുള്ളവനാ ഞാൻ. വിളിക്കണോ അബടി ഉറപ്പുകാരന്റെ മോനെ? MP കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണം എത്രയും പെട്ടെന്ന്. മനസ്സിലായോ? RD, തന്നെ ഞാൻ വിളിപ്പിച്ചത് അറിയാം സാർ. ഞാൻ കസ്റ്റഡിയിലെടുത്ത K. കണ്ണൻ മേനൻ മകൻ K. ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ. വിട്ടു സാർ. അവന്റെ പൂമേനിയിൽ ഒരു പോർല് പോലും ഏൽക്കാതെ. ഇനഫ് സർ. ലീഡർ കണ്ണൻ മേനൻ, നിങ്ങളുടെ മുന്നിൽ നട്ടല് വളയ്ക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട. തുള്ളാതെ നിലത്ത് നിൽക്കടാ ചക്ക. കാലം കുറെ ആയി കണ്ണമ്മേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതടപെടുത്ത് വെട്ടിയാലും അതിന് മറുപെട്ട് കണ്ണമ്മേനോന്റെ കയ്യിലുണ്ട്. വെട്ടാൻ കൈ വേണം സാർ. ആ കൈ ഞാൻ വെട്ടും. ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം, അതിന് പോലും കൈ ഉണ്ടാവില്ല. ഇങ്ങനെ രോഷം കൊള്ളരുത്, ശ്വാസം മുട്ടലുണ്ടാവും. താൻ പുണ്യാളനാകണ്ട, തന്നെ ഞാൻ കണ്ടോളാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതിന് പകരം കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കും. അന്ന് എന്റെ മോനെ ചോറ് കൊടുത്തുള്ള ജോലി ഞങ്ങൾക്ക് വേണ്ടടാ. പറഞ്ഞത് പുത്ര ദുഃഖം ദിനേ ദിനേന്നല്ലേ ആദ്യം മൂത്ത് തലയ്ക്ക് നോസായിപ്പോയി. ആത്യസ്ഥിതിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവര് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്തിനാ അവര് വന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാ. എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത്, പവറോണിൽ നിന്ന്. ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ
പ്രത്യേകിച്ച് വല്ല കാരണവും? എനിക്കറിയില്ല സർ. ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റേ കിട്ടൂന്ന് പറഞ്ഞു. പവർ ഓൺ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങിത്തരാമെന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ? ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വരാൻ ധാരാളം സോഴ്സുകളുള്ള സ്ഥിതിക്ക് തിരുമുൽപ്പാട് ഒരുപാട് സമ്പാദിച്ചു കാണുമല്ലോ. അദ്ദേഹം അത്രയ്ക്ക് അതപ്പത്തിച്ചിരുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേണ്ടേ മിസ്സസ് തിരുമുൽപ്പാട്? ലോക്കറോ? ആ, ഏത് ബാങ്ക് ലോക്കറിന്റെ കീ ആയത്? ഇങ്ങനെ ഒരു ലോക്കറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈശ്വരനാണ് സത്യം, എന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമുൽപ്പാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു. നിഷേധിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായിപ്പോ. ആദ്യ അന്വേഷണത്തിന് വന്ന കമ്മീഷണറേക്കാൾ ഒട്ടും മോശമല്ല അസിസ്റ്റന്റ് കമ്മീഷണറും. നിങ്ങൾക്ക് ആരെയൊക്കെ രക്ഷിക്കണം. അതിന് ഇതുപോലെയുള്ള കള്ളക്കഥകൾ ചവച്ചുണ്ടാക്കി സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ താക്കോൽ ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല. തിരുമുൽപ്പാട് മരിക്കുമ്പോ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു ഇത്. ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് തെളിഞ്ഞത് ഇന്നാണ്. ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ്ലി. അബൂട്ടി, സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യനാടാറില്ല. കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് അയാൾ ഇവിടെ വന്നത്. ആ, വണ്ടി ഇതേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഉം. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്ന് പറഞ്ഞ് ഡോർ തുറന്ന് ഒരു പെട്ടി എടുത്തോണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ഈ റോഡ് ക്രോസ് ചെയ്ത് തിരുമുൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിലോ മറ്റോ പോയതായിരിക്കും സാർ. സ്പോട്ടിൽ ആദ്യം എത്തിയത് ആരാ? അത് കമോൺ. കമ്മീഷണർ മായാപിള്ള മേഡം. സംഭവം നടന്ന എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സാർ, ഈ വഴി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സാർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സാർ. താൻ പൊയ്ക്കോ. സാർ, അബൂട്ടി സാർ, പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടമൊന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ. തനിക്ക് പള്ളിക്കാരൻ മാത്രം നോക്കിയാൽ മതി, എനിക്കത് പോരണേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ 200 ചെലവ്. യ്യോ, താൻ കത്തനാരോട് പറഞ്ഞാ മതി. ആ, ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ തുറന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല. എന്നെ ఉపద్రవిക്കാതെ താനൊന്ന് ഫോൺ വെച്ചിട്ട് പോടാവേ. హలో ఈపచ్చ గారు నమస్కారాలు, బాగున్నారా? నేను బిజినెస్ కోసం చెప్పు. സോറി ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടായി തെലുങ്ക്. ഈ പച്ചന എന്നെ മനസ്സിലായില്ലായോ? എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദിമൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? അവിടത്തെ ചത്തുപോയൊരു നേതാവിന്റെ 2ാം ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി. ഓ, ഉണ്ട. അങ്ങനെ പറ. ഉണ്ടയോ? ആ, ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. ആഹാ, 2 ഉണ്ട വീതവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാൻ അവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ട 4 പെട്ടിയിലോട്ടിട്ട് എന്റെ കമ്മീഷൻ ഇങ്ങതാ ചായ. കമ്മീഷനൊക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവരാരൊക്കെയൊന്ന് പരിചയപ്പെടുത്തിത്താ. 2 പേരും തമിഴ്നാട്ടുകാരാ.
எவரு வந்து குப்பத்து ராஜா எம்எல்ஏ ஆனா மாவட்டம் சொல்ல மாட்டேன் சீக்கிரட் വണക്കം പിന്നെ നഹക്കട നാദമുനി ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ ഓ അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. டேய் புரோக்கராணி மூலம் நகை விஷயத்தை பற்றி சொல்லப்பா. ഇപ്പൊ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. ആ എന്നാ പോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി? തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ, എമ്പടി ഓ കാണുമായിരിക്കും. എമ്പടി ഒന്നുമില്ല, ഒരു 10-20 കിലോ കാണും. ഓ, എന്റെ പരുമല തിരുമേനി, ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. സത്യനാരായണൻ ഇവിടെ നിൽക്കൂ. സാർ പെട്ടി അങ്ങ് തുറന്നോട്ടെ, തൂക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. ഓ പെട്ടി അങ്ങ് തുറന്നോട്ടെ. അയ്യോ, എന്നതാ ഇത്? അരിയുണ്ടയോ? താക്കോലോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഉണ്ടയിടാൻ വന്നവരല്ലയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, നിങ്ങൾ പോലീസുകാരാണോ? അല്ല, പട്ടക്കാരാ. എന്താ, തനിക്ക് കുമ്പസാരിക്കണോ? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീയായത്. ഈ പച്ചൻ ഓർമ്മ വരുന്നില്ല. അബൂട്ടിയെ ഇല്ല, ഉപദ്രവിക്കില്ല. പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക്. വേഗം. അതിനകത്തുള്ളത് മുഴുവൻ എടുത്തു. അതെല്ലാം ഇങ്ങ് എടുക്കട്ടോ. ഡോക്യുമെന്റ്. തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും. സാർ ഒരു ലെറ്റർ. Power on. Thank you for your help and cooperation. Fee for service. ₹7 lakhs. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം പൊട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടയിടാമെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം പൊട്ടി ചത്തത്. അബൂട്ടി, സാർ. ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. ആ പിന്നെ, ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ട തിന്നേണ്ടി വരും. ആ, ഉണ്ടതിന്റെ മുടിയൊക്കെ കൊയ്യല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ടെ. ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന 2 പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകൾ ആദ്യത്തേത് തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. 2ാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബും വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം? ഈ പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് 3ഉം ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവറോണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചെലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നതും പവറോണ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കെയർ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാമെന്ന തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറോണിന്റെ കെയർ ഒരു അഗ്നിശുക്തി. ആളോടലോടെ സ്വർഗത്തെത്തി കാണും. പവറോണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ഉള്ളതെങ്കിൽ പിന്നെ എന്തിനാ അവരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവറോൺ പൊന്മുട്ടയിടുന്ന താറാവാനും. താൻ പവറോണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവറോൺ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും
വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വെച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കേണ്ടത്. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി, കമ്മീഷണർ മായാപ്പിള്ള.